الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസിനികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. റഹ്മത്തുർ റഹീമിനെ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാർ, ഇബാദത്തുകളിലൂടെ യഥാർത്ഥ വിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ അതിന്റെ 1-2 ആയത്തുകളിൽ ഇബാദത്ത് കൊണ്ട് വിജയം നേടുന്ന ഭാഗ്യവാന്മാരെ കുറിച്ച് അല്ലാഹു തആല പറയും. എന്താണത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. വിശ്വാസികൾ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു എന്ന്. എന്തുകൊണ്ടാണ് അവർ വിജയിച്ചത്? الذين هم في صلاتهم خاشعون. അവർ അവരുടെ നിസ്കാരത്തിൽ ഖുശൂഉ ഉള്ളവരാണ്. അവരുടെ നിസ്കാരത്തിൽ ഖുശൂഉ ഉള്ളവരാണ്. അഥവാ ഖുശൂഉ ഉള്ളവരായ നിസ്കാരത്തിന്റെ അഹ്ലുകാർ അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ് അല്ലാമ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുക, അൽ ഖുശൂഉ എന്ന് പറഞ്ഞാൽ ഹുവ ഖുദൂഉൽ ഖൽബി വസുകൂനുഹു ഫഇദാ ഖശഅൽ ഖൽബു ഖശഅത്തിൽ ജവാരിഹ്. ഖുശൂഉ എന്നത് ഹൃദയത്തിന്റെ വിനയം, അടക്കം, ശാന്തത എന്നിവയാണ്. ഹൃദയം വിനയപ്പെട്ടാൽ, ഖുശൂഇലായാൽ ശരീരം മുഴുവനും ഖുശൂഇലായി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ റബ്ബുൽ ഇസ്സത്ത് നിസ്കരിക്കുന്നവർ വിജയിക്കുന്നു എന്നല്ല പറഞ്ഞത്, നിസ്കരിക്കുന്നവർ വിജയത്തിലാണെന്നല്ല പറഞ്ഞത്. പിന്നെ ഖുശൂഉ ഉള്ളവരായ നിസ്കാരക്കാർ എന്നാണ് പറഞ്ഞത്. അതാണ് ഇബാദത്തിന്റെ റൂഹ്, ഖൽബ്, ആത്മാവ് എന്ന് പറയുന്നത്. ഖുശൂആണ് ഇബാദത്തിന്റെ ആത്മാവ്. പ്രിയമുള്ളവരെ, ഈ ഖുശൂഅ് അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അല്ലാമ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു ആയത്തിന്റെ തഫ്സീർ പറയുന്നിടത്ത്, അൽ ഈമാനു അന്നല്ലാഹ യറാക ദായിമൻ ഹുവല്ലദീ യൂജിദുൽ ഖുശൂഅ ഫിൽ ഖൽബ്. അല്ലാഹു തന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട്, എപ്പോഴും എന്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിചാരമാണ്, എന്ന ബോധമാണ് ഒരാളിൽ ഖുശൂഅ ഉണ്ടാക്കുന്നതെന്നാണ്. അത് നിസ്കാരത്തിലായാലും, നോമ്പിലായാലും, ഹജ്ജിലായാലും, ഉംറയിലായാലും, അദ്കാറുകളിലായാലും, ഏതേത് ഇബാദത്തുകളിലായാലും എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നെ വീക്ഷിക്കുന്നു, എന്നെ കാണുന്നു എന്ന ബോധമാണ് ഒരാളിൽ ഖുശൂഅ ഉണ്ടാക്കുന്നതെന്നാണ്. സുബ്ഹാനക യാ അലീം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമായ അല്ലാമ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി, ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയാണ്, അൽ ഈമാനു വതഫ്രീദുൽ ഖൽബി ലില്ലാഹി യജ്അലുഹു ഖാശിഅൻ ഫമൻ ഖശഅ ഖൽബുഹു ലില്ലാഹ് ലം തശ്ഗൽഹു ദുനിയ വലം തൽഹുഹു ശഹവാതുഹു അൻ തഅതിഹി. ഹൃദയം മുഴുവനും, ഒരാളുടെ ഖൽബ് മുഴുവനും
അള്ളാഹുവിനും ഈമാനിനും സമർപ്പിച്ചവന്റെ ഹൃദയം ഖുശൂ നേടി. ആരുടെ ഹൃദയമാണ് ഖുശൂ നേടുന്നത്? അള്ളാഹുവിനും സത്യസന്ധമായ ഈമാനിനും തവക്കുല അല്ലെങ്കിൽ അതിന് സമർപ്പിച്ചവന്റെ ഹൃദയം അത് ഖുശൂ നേടിയതാണ്. എന്നിട്ട് അദ്ദേഹം പറയണം, ആരുടെങ്കിലും ഹൃദയം അള്ളാഹുവിനോട് വിനീതമായി ഖുശൂഓടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ അവനെ തിരക്കിലാക്കൂല. അഥവാ ലൗകികമായ ഈ ദുനിയാവിൽ മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അയാൾ ഇടപെടുന്ന ഏതേത് പ്രദേശങ്ങളും ഏതേത് ജോലിയും ഏതേത് വിഷയങ്ങളും അയാൾ ഒരിക്കലും വഴിതെറ്റിക്കൂല. അവന്റെ ശഹ്വത്തുകൾ, കാമ വികാര വിചാര ചിന്തകൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും അവനെ വഴിതെറ്റിക്കൂല. നോക്കൂ, നിങ്ങൾ ഖുശൂ ഉണ്ടായാൽ മാത്രമേ ഇബാദത്തിന് റൂഹ് ഉണ്ടാവുള്ളൂ, അതിന് ആത്മാവുണ്ടാവുള്ളൂ. മാത്രമല്ല ഖുശൂ ഉണ്ടെങ്കിലുള്ള മെച്ചം എന്താണ്? ഈ ദുനിയാവ് നമ്മെ വഴിതെറ്റിക്കൂല എന്നാണ്. ഖുശൂ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ അവന്റെ ത്വബീഇയായി ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ബാഹ്യ പ്രേരണകളാൽ ഉണ്ടായേക്കാവുന്ന പല വികാര വിചാരങ്ങളെയും അടക്കി നിർത്താൻ സാധിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഇബാദത്തിൽ ഇങ്ങനൊരു നിർവൃതി ലഭിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഏകദേശം ആദ്യത്തെ 10 തീരാനായ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇതുവരെ നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങളിൽ നമുക്കിങ്ങനെ ഒരു ഖുശൂ ഉണ്ടാകുന്നുണ്ടോ എന്നത്. ഇല്ലെങ്കിൽ അതിനുള്ള ചില പ്രധാന കാരണങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൂർവികർ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നിസ്കാരത്തിലും നമ്മുടെ ഇബാദത്തിലും ഖുശൂ ലഭിക്കുന്നില്ല? കൈ കെട്ടി നിൽക്കുന്നു. അപ്പോ റമദാൻ വന്നപ്പോൾ നമ്മൾ ഏറ്റവും അധികം ചെയ്ത ഇബാദത്ത് എന്താണ്? ഖുർആനോതി അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കലാണ്. ഖുർആനോതി അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കലാണ്. പ്രത്യേകം രാത്രി നിസ്കാരം. അൽഹംദുലില്ലാഹ്. പക്ഷേ ആ നിസ്കാരത്തിൽ കൈകെട്ടിയ നിമിഷം മുതൽ അതിന്റെ അവസാനം തസ്ലീം സലാം വീട്ടുന്നത് വരെയും നമ്മൾ അവിടെ ഉണ്ടോ? അതല്ല നമ്മൾ പലയിടങ്ങളിലാണോ? ഈ ഖുശൂഇന്റെ അസാന്നിധ്യമാണ് നമ്മെ നിസ്കാരത്തിൽ നിലനിർത്താതെ മറ്റുള്ളിടത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചില കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാരണം ഖസ്വത്തുൽ ഖൽബാണ്. ഹൃദയത്തിന്റെ കഠിനതയാണ്, ഒരുതരം മരവിപ്പാണ്. നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരുതരം കാഠിന്യമാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 74-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു. എന്താ അല്ലാഹു പറഞ്ഞറിയോ? ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. അതിനുശേഷം നിങ്ങളുടെ കൽബുകൾ അത് കല്ലിനേക്കാൾ കഠിനമായി, അതല്ല അതിനപ്പുറം, കല്ലുപോലെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അത് കടുത്തുപോയതാണ്. സുബ്ഹാനക അദീം. കല്ലിനേക്കാൾ കഠിനമായി പോയി ഹൃദയങ്ങൾ. ആയത്തിന്റെ തഫ്സീറായി അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാണ്, ഇദാ ഖസൽ ഖൽബു ലം യൻതഫി ബിൽ മൗഇദ. ഹൃദയം കഠിനമാകുമ്പോൾ ആ ഹൃദയത്തിന് ഉപദേശത്തിൽ നിന്ന് യാതൊന്നും പ്രയോജനം ചെയ്യില്ല. എന്തുപദേശിച്ചാലും ആ കടുത്ത ഹൃദയത്തിനകത്തേക്ക് കയറി പോകൂല. വല യതഅത്തറു ബിസമാഇ ആയാതില്ല ബിസമാഇ ആയാതില്ല വല യഖ്ശ ഇൻദ ദിക്രിഹി ഫൽഹിജാറതു ഖദ് യതഫജ്ജറു മിൻഹൽ മാ വഅമ്മൽ ഖൽബുൽ ഖാസി ഫലാ തൻബഇസ് മിൻഹു റിഖ്ഖത്തുൻ വലാ ഖശിയത്തുൻ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹൃദയം കഠിനമാകുമ്പോൾ ആ ഹൃദയത്തിന് ഉപദേശത്തിൽ നിന്ന് ഒരു പ്രയോജനം ഉണ്ടാവില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ വചനങ്ങൾ കേട്ടാൽ പോലും അത് വിനയപ്പെടൂല. ശരിക്കും മുഅ്മിനീങ്ങൾക്ക് എന്താ? തഖ്ശഇറു മിൻഹു ജുലൂദുഹും വഖുലൂബുഹും. അള്ളാന്റെ ആയത്ത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം വിനീതമാകും, ശരീരത്തിൽ രോമം എഴുന്നേറ്റുക്കുന്നതാണ്. എന്നാൽ ഇയാൾക്കൊരു മാറ്റം ഉണ്ടാവില്ല. എന്തോ കേൾക്കണ പോലെ, ഒരു രാഗം കേൾക്കുന്നത് പോലെ, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. പിന്നെയോ അദ്ദേഹം പറയാണ്, കല്ലുകൾ പോലും ചിലപ്പോൾ വെള്ളമൊഴുക്കും. എത്രയോ ഇടങ്ങളിൽ ഉറവ തേടി പോകുന്നത് വലിയ പാറയുടെ ചുവട്ടിലേക്കാണ് ആളുകൾ. കല്ലിൽ നിന്ന്, ഉറച്ച കല്ലിൽ നിന്ന് പോലും വെള്ളമൊഴുകി വരുന്നു. പക്ഷെ മനുഷ്യന്റെ ആ കൽബിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മരവിച്ച ഹൃദയം, കടുത്ത ഹൃദയം കരുണയും ഭയവും ഉളവാക്കുകയില്ല. വല്ലാത്തൊരു വാക്കാണ്. ഈ ഒരു കാഠിന്യം വലിയ അപകടമാണ്. അതേ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക് അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഖസ്വത്തുൽ ഖൽബ് ഹിയ ദഹാബുർ റിഖ്ഖത്തി വർ റഹ്മ.
ഹൃദയത്തിന്റെ കഠിനത, ഒരുതരം മരവിപ്പ്, അത് അതിന്റെ കരുണയും വിനയവും ഇല്ലാതായിരിക്കുന്ന അവസ്ഥയാണെന്ന്. ആ കൽബിൽ നിന്ന് പിന്നെ ഒന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനത്തെ മനുഷ്യരോടാണ് നമ്മൾ ചോദിക്കാറ്, ഏയ് ഇതൊരു മനുഷ്യനാടാ എന്ന് നമ്മൾ ചോദിക്കുന്ന അങ്ങനത്തവനോടാണ്. നീ ഒരു മനുഷ്യനാണോ? ഒരു മനുഷ്യത്വത്തിന്റെ, ഒരു ചെറിയ കരുണയുടെ ഒരു വറ്റെന്നൊക്കെ നമ്മൾ പറയും, അതുപോലും ഇല്ലാത്ത ഒരു പ്രത്യേക ഹാൽ. എന്നിട്ടോ അദ്ദേഹം പറയാണ്, ഈ ഖൽബ് സത്യത്തിനോട് കീഴടങ്ങാത്തതും അതിനെ സ്വീകരിക്കാതിരിക്കുന്നതുമായ ഒരു അവസ്ഥയുള്ളവാക്കുന്നു. അങ്ങനത്തെ ഖൽബുള്ള ആൾക്കാർക്ക് എന്ത് തൗഹീദ് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര പരലോകത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്ത് കേട്ടിട്ടും കാര്യമില്ല. ഒരുപക്ഷെ അവര് സൊഫിൽ ഒന്നാമത് നിന്നാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മളൊക്കെ പരിശോധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ മാറ്റം വരാതിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൽബിന് കാഠിന്യമുണ്ടോ എന്ന് പേടിക്കേണ്ടതുണ്ട്. പൂർവികർ പേടിച്ചതുപോലെ. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. പാപങ്ങളും മനുഷ്യ ജീവിതത്തിലെ അനാസ്ഥയും ഓഫലത്തും അശ്രദ്ധയും ഒക്കെ നമ്മുടെ ഹൃദയത്തെ കല്ലാക്കി മാറ്റുമെന്ന്. എന്തുകൊണ്ടാണ് ഹൃദയം കടുത്തുപോകുന്നത് എന്ന് ചോദിച്ചാൽ, മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന ഖസ്വതൽ ഖൽബി മിൻ ഉഖൂബത്തി ദുനൂബ്. ഹൃദയത്തിന്റെ കാഠിന്യം എന്ന് പറഞ്ഞാൽ അത് തിന്മകൾ ഉണ്ടാക്കുന്ന ഫലമാണ്. തിന്മകളുടെ ബൈ റിസൾട്ട്, പ്രൊഡക്റ്റാണ്. തിന്മകളാൽ ഉണ്ടാകുന്നതാണ് ഹൃദയത്തിന്റെ കാഠിന്യമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നൽ അബ്ദ ഇദാ അദ്നബ നുക്ത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. കാരണം ഒരടിമ പാപം ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി പ്രത്യക്ഷപ്പെടും. ഫഇൻ താബ വസ്തഗ്ഫറ സുഖില ഖൽബുഹു. അവൻ പശ്ചാത്തപിക്കുകയും പാപമോചനം നേടുകയും ചെയ്താൽ അവന്റെ ഹൃദയം മിനുസപ്പെടും. അവന്റെ ഹൃദയം മിനുസപ്പെടും. വഇൻ ആദ സീദ ഫീഹാ ഹത്താ يعلو قلبه وهذا موافق لحديث النبي صلى الله عليه وسلم. എന്നാൽ അവൻ വീണ്ടും പാപം ചെയ്താലോ, ആ കറുത്ത പുള്ളി വീണ്ടും അവന്റെ ഹൃദയത്തെ മൂടുന്നതുവരെ, അത് മുഴുവനും മറയുന്നതുവരെ അത് വർദ്ധിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുമായി പൊരുത്തപ്പെടുന്നു. കാരണം നബി പഠിപ്പിച്ച ഹദീസ് ഇങ്ങനെ ഉണ്ട്, എന്താ, അന്നദ്ദുനൂബ ഇദാ തഖററത് വത്തത്തിൽ ഖൽബ ഹത്താ യുസ്ബിഹ മത്മൂസ. പാപം ആവർത്തിക്കപ്പെടുമ്പോൾ, തിന്മകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ, തിന്മകൾ നിരന്തരമായി ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തൗബയും ഇസ്തിഗ്ഫാറും ഇല്ലെങ്കിൽ, സൽക്കർമ്മങ്ങളില്ലെങ്കിൽ, ഹൃദയം കറ പിടിച്ച് ഒടുവിൽ പൂർണ്ണമായി മൂടപ്പെടും. ആ കൽബിനൊന്നിനും പറ്റില്ല. അതൊരു മനുഷ്യന്റെ കൽബാവില്ല, ഒരു മൃഗത്തെക്കാളും മതം പതിച്ച കൽബ്. അതാണ് ഉലൈക കൽ അൻആം ബൽ ഹും അദൽ എന്ന് പറഞ്ഞു. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോ ആ പാപങ്ങൾ ഹൃദയത്തെ മൂടിക്കെട്ടുന്നു. അതിന് പിന്നെ ഒരു നന്മയും പുറത്തേക്ക് വരില്ല. ഒരു പക്ഷേ നമ്മുടെ ഇബാദത്തുകളിലൊക്കെ ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഒരു തരം ഹൃദ്യതയില്ലായ്മ, ഒരു തരം കുളിരില്ലായ്മ, ഒരു തരം നിർവൃതിയില്ലായ്മ, അതിന്റെ കാരണം എന്തറിയോ? നമ്മുടെ ഖൽബിന് ഈ അർത്ഥത്തിലുള്ള ഒരു മരവിപ്പ് ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ശരിക്കും പരിശോധിക്കണം. ഈ റമളാൻ വന്നിട്ട് ഇത്ര ദിവസമായിട്ടും എന്റെ ഖൽബിനൊരു ലീനും റിഖും റഅഫത്തും വന്നിട്ടില്ലെങ്കിൽ, ഒരു മൃദുലതയും സൗമ്യതയും ഒരു പാകതയും വന്നിട്ടില്ലെങ്കിൽ, എന്റെ ഖൽബ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് ഇടറുന്നില്ലെങ്കിൽ, എന്റെ കണ്ണുകളിൽ നനവ് പടരുന്നില്ലെങ്കിൽ, എന്റെ കരങ്ങൾ ഉയരുമ്പോൾ ആ കരങ്ങൾക്കനുസൃതമായി എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ, ഈ റമദാൻ നമ്മെ സ്വാധീനിച്ചിട്ടില്ല എന്നതുപോലെയാണ്. അത് വലിയ അപകടമല്ല. നമ്മൾ പട്ടിണി കിടക്കുന്നതും, നമ്മൾ പ്രയാസം സഹിക്കുന്നതും, നേരത്തെ ഖുതുബയിലെത്തിയതും, 5 വഖ്ത് നിസ്കരിക്കുന്നതും, ഈ റമദാനിന്റെ രാവിൽ മുഴുവൻ ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നതും ഒരു പ്രയോജനവും ഇല്ലാത്തതുപോലെയാവില്ലേ? അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങളാണ്. സഹോദരങ്ങളെ, കുറച്ചിങ്ങനെ ഈ സ്വപ്പിലേക്ക് കയറിയിരുന്നാൽ പുറകിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് കയറിക്കാൻ പറ്റും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സംസാരിക്കാതെ മുമ്പിലേക്ക് കയറുന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മളെ ഇബാദത്തിൽ നമുക്കൊരു നിർവൃതി ഇല്ലാത്തത്, ആ ഖുശൂ ഇല്ലാത്തത്, ഒരു കുളിർമ ലഭിക്കാത്തത്, ഒരു മനസ്സംതൃപ്തി കിട്ടാത്തത് ഈ ഹൃദയത്തിന്റെ കാഠിന്യമാണ് എന്നാണ് ഓർമ്മ. രണ്ടാമത് ഇമാമികൾ വിശദീകരിക്കുന്നത് ഹുബ്ബു ദുനിയ എന്നതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ദുനിയാവിനോടുള്ള കഠിനമായ സ്നേഹം. ശരിക്ക് ദുനിയാവ് വേണം ഒരു മനുഷ്യൻ.
ദുനിയാവ് വേണം. ഞാൻ ആദ്യം പറഞ്ഞു വെക്കണം, ദുനിയാവില്ലാതെ ഒരിക്കലും ഒരാൾക്ക് ദുനിയാവ് നേടാനാവൂല, ദുനിയാവില്ലാതെ ഒരാൾക്ക് ആഖിറത്ത് നേടാനാവൂല. സ്വർഗത്തിലെത്തണമെങ്കിൽ ദുനിയാവ് വേണം, നരകം ലഭിക്കാതിരിക്കണമെങ്കിൽ ദുനിയാവ് വേണം. പക്ഷെ അതേ ദുനിയാവ് ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായാൽ അതവനെ നശിപ്പിക്കുമെന്ന്. കാരണം തരും പൂർവികരിൽ ഒക്കെ അല്ലെങ്കിൽ കാണുന്നൊരു വാക്ക് കാണാം, ഒരാളുടെ ഹൃദയത്തിൽ ദുനിയാവ് കയറിയാൽ അയാളുടെ ഖൽബിൽ നിന്ന് ആഖിറത്ത് പുറത്തു പോകുമെന്ന്. സുബ്ഹാനല്ലാഹ്. ഒരാളുടെ ഖൽബിലേക്ക് ദുനിയാവ് കയറിക്കൂടിയാൽ അയാളുടെ ഖൽബിൽ നിന്ന് ആഖിറത്ത് പുറത്തു പോകുമെന്നാണ്. കാരണം അറിയോ, ദുനിയാവിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ല. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുകൾ പഠിച്ച് നമുക്ക് മനസ്സിലാവും. 57-ാം അധ്യായം സൂറത്ത് ഹശ്ർ 20-ാമത്തെ ആയത്ത്. അതിന് തുടക്കം പറയുന്നത് يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد. നിങ്ങൾ അറിയുക, ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ്. ഇതാണ് ദുനിയാവ്. അല്ലാഹു തആല ദുനിയാവിനെ കുറിച്ച് പറഞ്ഞുതരാണ്. അത് തന്നെയാണ് സൂറത്തുൽ അഅലയിലെ നമ്മൾ പലപ്പോഴും കേൾക്കല് വെള്ളിയാഴ്ചയിലെന്ന് മാത്രം. ആ സൂറത്തുൽ അഅലയിലെ 16-17 ആയത്തിലെന്താ, ബൽ തുഅ്ഫിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. അല്ലാഹു പറയാണ്, നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിന് മുൻഗണന നൽകുന്നു, അമിത പ്രാധാന്യം. എന്നാൽ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ, ആഖിറമാണ് ഉത്തമവും നിലനിൽക്കുന്നതും. അതാണ് നിലനിൽക്കുന്നത്, ഉത്തമമായത് അതാണ്. അതാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ ദുനിയാവിനെ കുറിച്ച്. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദറത്തുൻ. ലോകമെന്ന് പറഞ്ഞാൽ, ദുനിയാവെന്ന് പറഞ്ഞാൽ അത് മാധുര്യമേറിയതും പച്ചപ്പുള്ളതുമാണ്, ആകർഷണീയതുമാണ്. വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ ഫയൻദുറു കൈഫ തഅമലൂൻ. എന്നാൽ അല്ലാഹു തആല നിങ്ങൾ അതിൽ പ്രതിനിധികളാക്കിയിരിക്കുന്നു. ഈ പച്ചപ്പുള്ള, മാധുര്യമുള്ള, വശീകരിക്കുന്ന, ഏത് നിമിഷവും വശീകരിച്ചു കൊണ്ടുപോകുന്ന ദുനിയാവിലെ പ്രതിനിധികളാക്കി നിങ്ങളെന്ന് നിശ്ചയിച്ചു. എന്തിനാണെന്നറിയോ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നവർ നോക്കുന്ന. ഈ ഹദീസ് മനസ്സിലാക്കാൻ നമുക്കൊക്കെ അറിയണം മറ്റൊരായത്തുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ആ ആയത്ത് ഈ ഹദീസും കൂടി ചേർത്ത് വെച്ചാൽ വിഷയം പൂർണ്ണ. സുബ്ഹാനക യാ അലീം. ഒരു പരീക്ഷണാണത്, അല്ലാഹു തആല പരീക്ഷിക്കാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്രത്തോളം ദുനിയാവിൽ ജീവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അവർക്ക് ആരുമാകാം, കച്ചവടക്കാരനാകാം, കൃഷിക്കാരനാകാം, പണക്കാരനാകാം, പണിക്കാരനാകാം. അല്ലാഹു തആല നൽകിയ നിഅമത്തുകൾ ആസ്വദിക്കുന്നവരെ ദുനിയാവിൽ ജീവിക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തറിയോ, ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാഇൻ. ഇമാം തിർമിദി ഇരിക്കുന്ന ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ഈ ദുനിയാവിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു അവിശ്വാസിക്ക് പോലും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുമായിരുന്നില്ല. ഒരു തുള്ളി വെള്ളം. എന്നാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും അൽഹംദുലില്ലാഹ് സുഖമായി ജീവിക്കണം, കാഫിറും മുഅ്മിനും മുശ്രിക്കും മുർത്തദും. എന്തുകൊണ്ടറിയാം, അള്ളാന്റെ അടുക്കൽ ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ല. അതാണ് ദുനിയാവ്. പക്ഷെ എന്നിട്ടും നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ടതിന് അള്ളാഹ് പറഞ്ഞ ഹദീസ് നബി പഠിപ്പിക്കാണ്, ഫയൻദുറു കൈഫ തഅമലൂൻ. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നവൻ നോക്കുന്നതിന് വേണ്ടി. അള്ളാന്റെ പരീക്ഷണമാണ് ദുനിയാവ്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. നബി പറഞ്ഞ വാക്കുണ്ട്, ദുനിയാവിൽ ജീവിക്കുന്ന ഒരാൾ പഠിക്കാൻ. നിങ്ങൾ കച്ചവടക്കാരനായാലും കുടുംബക്കാരനായാലും കുടുംബിനിയായാലും ഏതാളായാലും ശരി, വ്യവസായി ആയാലും ജോലിക്കാരനായാലും ഉദ്യോഗസ്ഥനായാലും അധികാര കസേരയിൽ ഇരിക്കുന്ന ആളായാലും ഏതാളായാലും ശരി, മൻ കാനത്തിദ് ദുനിയാ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറഹു വജഅല ഫഖറഹു ബൈന ഐനൈ. ആരുടെയെങ്കിലും പ്രധാന ചിന്തയും ലക്ഷ്യവും ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണെങ്കിൽ, അതാ പ്രശ്നം, മാത്രമാണെങ്കിൽ അള്ളാഹു അവന്റെ കാര്യങ്ങളെ ചിതറിച്ച് കളയും. രണ്ടറ്റം മുട്ടൂല, 10 പോല. നാടൻ വർത്താനം പറഞ്ഞാൽ എത്ര പൈസ ഉണ്ടായാലും തികയൂല, എത്ര സൗകര്യം ഉണ്ടെങ്കിലും അവനൊരു സംതൃപ്തി ഉണ്ടാവില്ല. മാത്രമല്ല അവന്റെ ദാരിദ്ര്യം
അതായത് അപൂർണമാണ്, ഒന്നും ആയിട്ടില്ല എന്നൊരു തോന്നൽ അവന്റെ കണ്ണിന് മുന്നിൽ തന്നെ ഉണ്ടാകുന്നത്. ദുനിയാവ് ലക്ഷ്യം വെച്ചുള്ളത് പരിശോധിച്ചു. എത്ര കിട്ടിയാലും സമ്പത്ത് നിറഞ്ഞ് കുമിഞ്ഞു കൂടിയാലും ഒരു മനസ്സിന് സുഖം ആൾക്കുണ്ടാവും. കാരണം അറിയോ, അവിടെ ലക്ഷ്യം ദുനിയാവാണ്. ഇത് നബി കൃത്യമായിട്ട് പറഞ്ഞുതരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ അള്ളാഹു ഈ രണ്ടാമത് പറയുന്നത് നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. വമൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ഒരാളുടെ പ്രധാന ലക്ഷ്യം, ഹമ്മ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അയാളുടെ എന്താ പറയാ ഒരു പ്രത്യേക മാനസികാവസ്ഥ ഒക്കെ പറയാം. ഹമ്മ് ഹുസ്ൻ എന്നൊക്കെ പറയും. അത് വേണമെങ്കിൽ ഇവിടെ ലക്ഷ്യം, അയാളുടെ അടിസ്ഥാന ചിന്ത, ആത്യന്തികമായ അയാളുടെ ഉത്കണ്ഠ മുഴുവനും പരലോകമാണോ എങ്കിൽ അള്ളാഹു അവന്റെ സമ്പത്ത് അവന്റെ ഹൃദയത്തിനുള്ളിൽ തന്നെ ആക്കുന്നു. അവന്റെ മനസ്സിന് വലിയൊരു സമ്പന്നത ഉണ്ടാവും. പട്ടിണി കിടന്നാൽ പോലും ഒരു മനസ്സുണ്ടാവും. പ്രിയമുള്ളവരുടെ ഇതിന്റെ ശർഹിൽ കാണാൻ ഇവിടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പണമല്ല ഉദ്ദേശിക്കണം, മറിച്ച് മനസ്സിന്റെ തൃപ്തി, സമാധാനം, ആത്മസന്തോഷം, ഇതൊക്കെ അവനുണ്ടാവുന്ന. ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ളെങ്കിലും വലിയ റാഹത്തായിരിക്കും അയാളുടെ ജീവിതം. ഇതിനെ വിശദീകരിക്കുന്നിടത്തൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ലാഹ് പറയാം, വലിദാലിക ഖാല, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, സുഫിയാൻ ബിൻ ഉയൈന, അബ്ദുല്ലാഹി ബിൻ വഹബ് വത്വായിഫത്തു മിനൽ അയിമ്മ. അതുകൊണ്ടാണ് ഇമാം അഹ്മദ്, ഇബ്നു ഉയൈന, ഇബ്നു വഹബ് തുടങ്ങി ഒരു സംഘം അയിമ്മത്തുകൾ, അഹ്ലുസുന്നത്തിന്റെ നേതാക്കന്മാർ, അവരെ കുറിച്ച് പറയാണ്, ഇന്നൽ ഫഖറല്ലദീ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിൻഹു ഹുവ ഫഖറു നഫ്സ്. വല്ലാത്തൊരു വാക്കാണ്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടിയ ദാരിദ്ര്യം, നബി ദാരിദ്ര്യത്തെ തൊട്ട് അഭയം തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ കുഫർ വഅഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അവിടെ നബി ഓതിയ ഒരു വാക്ക്, നബി പറഞ്ഞൊരു വാക്കെന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ, അല്ലാഹുവേ നിന്നോട് ഞാൻ ദാരിദ്ര്യത്തെ പറ്റി കാവൽ ചോദിക്കുന്നു എന്നാണ്. നബി ഈ ചോദിച്ച ചോദ്യത്തിന്റെ വിശദീകരണം എന്തറിയോ? നബി ഇവിടെ ദാരിദ്ര്യത്തിൽ നിന്ന് ശരണം തേടിയത്, ദാരിദ്ര്യം എന്നത് ഭൗതിക ദാരിദ്ര്യമല്ല, അത് ആത്മാവിന്റെ ദാരിദ്ര്യമാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം സുഫിയാൻ ബിൻ ഉയൈന, ഇമാം ഇബ്നു വഹബ് തുടങ്ങിയ അഹ്ലുസുന്നത്തിന്റെ ഒരുപാട് അയിമ്മത്തുകൾ വ്യക്തമാക്കുന്നു. നബി ചോദിച്ച കാവൽ ഭൗതിക ദാരിദ്ര്യമല്ല, ആത്മീയ ദാരിദ്ര്യമാണ്. അത് എന്തുണ്ടായാലും മനസ്സിന് സുഖമില്ലാതിരിക്കുമല്ലോ. എന്ത് കിട്ടിയാലും എത്ര ഉണ്ടെങ്കിലും ചുറ്റിനും മക്കളുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളില്ലാത്ത വേദന, മക്കളുള്ളവർക്കോ പലപ്പോഴും അതാണ് തലവേദന. വല്ലാഹുൽ മുസ്തഅൻ. സ്വത്തില്ല എന്നുള്ളത് ഒരു തന്നെ പ്രശ്നം, മറ്റവനോ സ്വത്തുണ്ടായി എന്നുള്ള പ്രശ്നം. നിങ്ങൾ പരിശോധിച്ചെങ്കിൽ ഏത് മനുഷ്യനെ പരലോകം ലക്ഷ്യമാക്കാത്ത മനുഷ്യരെ പരിശോധിച്ചോക്കി, നിസ്കരിച്ചാലും നോമ്പറ്റാലും പരലോകം ലക്ഷ്യമാക്കാത്തവരെ പരിശോധിച്ചോക്കി, അവന്റെ മനസ്സ് എന്നും കുടുസായിരിക്കും, എന്നും പ്രയാസമായിരിക്കും. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്, യാ മൻ യത്ലുബുൽ ഗിനാ ബിത്തനാനീർ അൽ മുഹിബ്ബു ലില്ലാഹി ഹുവൽ ഗനിയ്യുൽ കബീർ. അല്ലാഹു അക്ബർ. അദ്ദേഹത്തിന്റെ മജ്മൂ റസായിൽ ഇബ്നു റജബിൽ 1-ാം വാള്യത്തിന്റെ 332 കാണാം, ദീനാറുകൾ കൊണ്ട്, സമ്പത്തുകൾ കൊണ്ട് ഐശ്വര്യം നേടുന്നവനെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ് ഏറ്റവും വലിയ ഐശ്വര്യവാൻ. ഒരാൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ഐശ്വര്യവാനാണ്. അതല്ലേ നമ്മൾ ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ അമലിൻ യുഖർരിബു ഇലാ ഹുബ്ബിക. അല്ലാഹുവിനെ ഒരാൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഒരാൾ ഏറ്റവും വലിയ പൈസക്കാരൻ, ഏറ്റവും വലിയ പണമുള്ളവൻ, ഏറ്റവും വലിയ ധനാഢ്യൻ. കാരണം എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബ്, നിശ്ചയം ഐശ്വര്യം എന്നത് ഹൃദയത്തിന്റെ ഐശ്വര്യമാണ്. വൽ ഫഖർ, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഫഖറുൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ ദാരിദ്ര്യമാകുന്നു. ഇമാം നസായി അവിടുത്തെ സനദ് ഉദ്ധരിച്ചത് ഹദീസ് സ്വീകാര്യമാണ്. ഹൃദയം അത് ഐശ്വര്യമാകലാണ് ഏറ്റവും വലിയ ഐശ്വര്യം. അതന്നെയാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടെ സ്വഹീഹുകൾ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായി നമുക്കൊക്കെ ഒരു പക്ഷേ കേട്ട് പരിചയമുള്ള ഹദീസിലുള്ളത്, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അർദ്, ഐശ്വര്യം എന്നത് വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടല്ല, കുറെ സമ്പത്ത്, കുറെ സൗകര്യങ്ങൾ, ഇട്ടുമൂടാനുള്ളത്, സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു വീഴുന്നവർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ആപേക്ഷികമായ സംസാരം ഉണ്ടല്ലോ, അതല്ല. വിഭവങ്ങളുടെ ആധിക്യമല്ല, വലകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്,
ഐശ്വര്യം എന്നത് ആത്മാവിന്റെ, മനസ്സിന്റെ, ഖൽബിന്റെ, റൂഹിന്റെ ഐശ്വര്യമാണ്. അതേ നേരത്തെ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ഐശ്വര്യമുള്ള ആളായിരുന്നു. ഈ ലോകത്തെ ഏറ്റവും അധികം ഐനൻ നഫ്സ് സൂക്ഷിച്ചത് മുഹമ്മദ് നബിയാണ്. നബി പറഞ്ഞ കാര്യം അത്. നബിയുടെ ഉമ്മ, ഭാര്യ, നമ്മളെ ഉമ്മന ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മാനോട് ചോദിക്കേണ്ട, ഉമ്മ പറയണ്ട് 3 ഹിലാലുകൾ, ബാലചന്ദ്രന്മാർ ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് നബിന്റെ കുടുംബം. 3 ഹിലാൽ, 3 മാസം തുടർച്ചയായിട്ട്. അപ്പൊ ചോദിക്കേണ്ട, ഉമ്മ നിങ്ങൾ എന്താ കഴിക്കണത്? അള്ളാന്റെ റസൂലിന്റെ ഭാര്യ നമ്മളെ ഉമ്മ പറഞ്ഞു വെക്കുന്നത്, മോനെ 2 കറുത്ത വസ്തുക്കളാണ് ഞങ്ങളുടെ മുഖ്യ ഭക്ഷണം. ഒന്ന് വെള്ളമാണ്, മറ്റൊന്ന് കാരക്കയാണ്. വേറെ പൊടി കൊണ്ടുണ്ടാക്കിയ, ബാർലി കൊണ്ടുണ്ടാക്കിയ, ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ അന്നത്തെ ആ കാലഘട്ടത്തിൽ കിട്ടുന്ന മുഖ്യ ആഹാരങ്ങളൊന്നും ലഭിക്കാത്ത 3 മാസം ആ നബി പറയണത് അവിടുത്തെ നഫ്സ് അത് ഏറ്റവും ഐശ്വര്യമുള്ളതായിരുന്നു. അപ്പോ ഭക്ഷണത്തിന്റെ സുഭിക്ഷതയോ, വസ്ത്രത്തിന്റെ ധാരാളിത്തമോ, താമസ സൗകര്യങ്ങളിലെ വിശാലതയോ ഒന്നുമല്ല പ്രിയമുള്ളവർ, മനസ്സിന്റെ ഐശ്വര്യം. ഇതില്ലാത്തതാണ് ശരിക്കും നമ്മുടെ അമലുകളിലൊക്കെ നിർവൃതി കിട്ടാൻ. എത്ര നല്ല വസ്ത്രം ധരിച്ചിട്ട് നിസ്കരിക്കാൻ നിന്നാലും ഖൽബിനൊരു മാറ്റം വരുന്നില്ലെങ്കിൽ അത് വസ്ത്രത്തിന്റെ കുഴപ്പമല്ല, നമ്മൾ ഖൽബിന്റെ കുഴപ്പമാണ്. ഖൽബിന്റെ കുഴപ്പമാണ്. നോക്കൂ, ഹസൻ അൽ ബസ്രി, മഹാനായ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കെന്നറിയോ? മാ അഹബ്ബ അബ്ദുൻ അദ്ദുനിയ ഇല്ലാ അദറ ബിൽ ആഖിറ. ഒരടിമ ദുനിയാവിനെ സ്നേഹിച്ചാൽ അത് അവന്റെ ആഖിറത്തെ ബാധിക്കുന്നു. അപ്പൊ ദുനിയാവിനോട് എത്ര കണ്ട് ഹുബ്ബുണ്ടാകണോ അത്ര കണ്ട് നമ്മുടെ ആഖിറ പ്രശ്നമായി തീരും. അതാണ് സുഫിയാൻ അസ്-സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ലോകത്തിൽ വിരക്തി കാണിക്കുക എന്നത് ദീർഘമായ പ്രതീക്ഷകൾ കുറക്കലാണ്. നമുക്കിപ്പോ ഒരു 4 വയസ്സുള്ള പെൺകുട്ടിനെയിരിക്കാം, അല്ലെങ്കിൽ 5 വയസ്സുള്ള ആൺകുട്ടീനെയിരിക്കാം. നമ്മൾ ഇപ്പോഴേ ആലോചിക്കുന്നതറിയോ? ഇപ്പോഴേ ആലോചിക്കുന്നത് 10-15 വർഷങ്ങൾക്കപ്പുറത്തേക്ക്, പ്രായപൂർത്തിക്കപ്പുറം ആ പെൺകുട്ടിയെ കെട്ടിച്ചു വിടാൻ ആവശ്യമായ ഒരു സാമ്പത്തിക ബഡ്ജറ്റ് നമ്മൾ ഇപ്പോഴേ ആലോചിച്ചിട്ടുണ്ടാകും. അടുത്ത സെക്കൻഡിൽ എന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനെ കണ്ടുമുട്ടാൻ ആവശ്യമായ ഒരു ഹിസാബുണ്ടല്ലോ, അത് നമ്മൾ പലപ്പോഴും ആലോചിക്കില്ല. സുഫിയാൻ അസ്-സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കാണ്, പ്രതീക്ഷകൾ കുറക്കണം, ദുനിയാവിന്റെ പ്രതീക്ഷ കുറക്കണം, ഉഖ്റവിയായ പ്രതീക്ഷകളിലേക്ക് ഇറങ്ങണം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും ആവർത്തിക്കാണ്, ഇതിന്റെയൊക്കെ അർത്ഥം ദുനിയാവിലെ ജീവിതം ഉപേക്ഷിക്കണം എന്നല്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കണില്ല. ഇസ്ലാം പഠിപ്പിച്ചെന്നറിയോ? വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം നേടുക, ദുനിയാവിലൂടെ നീ ആഖിറ വിജയം നേടുക. ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ടെന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീർ റഈസുൽ മുഫസ്സിറായ ഇമാം തുബരി റഹിമഹുല്ലാഹ് പറയാണ്, ലാ തത്റുകിൽ അമല ഫിദ് ദുനിയാ ലിൽ ആഖിറ. പരലോകത്തിനായി ശ്രമിക്കുമ്പോൾ ദുനിയാവിലെ ഉപജീവനവും സൽപ്രവർത്തനങ്ങളെയും നീ ഉപേക്ഷിക്കരുതെന്നാണ്. പരലോകത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ ദുനിയാവിനെ നീ മറക്കണ്ട, ദുനിയാവിലെ നിന്റെ റിസ്ഖിന്റെ മാർഗത്തെ നീ മറക്കണ്ട, അതോടൊപ്പം തന്നെ സൽപ്രവർത്തികളെ നീ മറക്കണ്ട. രണ്ടും സമാന്തരമായി പോണം. അതൊരു പ്രശ്നം തരങ്ങള്, ഒന്നില്ലെങ്കിൽ ആത്മീയത ഉണ്ടാവും, അപ്പൊ ഭൗതികത ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭൗതികത ഉണ്ടാവും, അപ്പൊ ആത്മീയത ഉണ്ടാവില്ല. എന്നാൽ ഇസ്ലാമിക ലോകത്ത് പരിശോധിച്ചാൽ ഇത് രണ്ടും കൂടി സമാന്തരമായിട്ട് കൊണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി സമാന്തരമായി കൊണ്ടിട്ട്, പക്ഷെ ദുനിയാവിലൂടെ പോകുമ്പോഴും ലക്ഷ്യം എവിടെയാണ്? ആഖിറത്തിലേക്കാണ്. സമ്പത്ത് ഉണ്ടാകണം, എന്നാലേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സമ്പത്ത് വേണ്ടേ? വേണം. സമ്പത്ത് ഉണ്ടാകണം എങ്കിലേ സ്വതഖ കൊടുക്കാൻ പറ്റൂ. അപ്പൊ സമ്പത്ത് വേണ്ടേ? വേണം. ഇത് വേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ലക്ഷ്യം എന്താകരുത്? സമ്പത്താകരുത്. സമ്പത്തിലൂടെ സ്വർഗമാകണം. സാമ്പത്തികമായ ഉണർവിലൂടെ ലക്ഷ്യം വെക്കേണ്ട സ്വർഗമായിരിക്കണം. അപ്പോഴേ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ ജൂതന്റെ കയ്യിൽ നിന്ന് റൂമാ കിണർ വിലക്ക് വാങ്ങാൻ പറ്റൂ ആധുനിക ഉസ്മാൻമാർക്ക്. അപ്പോഴേ ബിലാലിനെ പോലുള്ള ഒരുപാട് അടിമകളെ മോചിപ്പിച്ച മഹാനായ പണക്കാരനായ അബൂബക്കർ സിദ്ദീഖിനെ പോലെ ആധുനിക കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ സാധിക്കൂ ആധുനിക അബൂബക്കർമാർക്ക്. കയ്യിൽ വേണം, ദുനിയാവ് വേണം, വേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ ദുനിയാവ് ലക്ഷ്യമാക്കരുത്. ദുനിയാവ് ലക്ഷ്യാക്കിയോ നിന്റെ ആഖിറ കൊള്ളാവും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ലിൽ ഇൻസാനി ഫീഹാ ഹള്ളൻ മിനൽ റിസ്ഖി വൽ അമലി സ്വാലിഹ്. കാരണം മനുഷ്യന് ഈ ലോകത്തിൽ ഉപജീവനത്തിനുള്ളൊരു പങ്കുണ്ട്, സൽപ്രവർത്തികൾ ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അപ്പൊ 2 അവസരം ഉപയോഗിക്കണം. ദുനിയാവിന് വേണ്ടി പണിയെടുക്കണം, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണം. അത് എത്രത്തോളം വെച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് പരലോക വിജയത്തിനായി വിനിയോഗിക്കണം എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിലെല്ലാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്.
ولا تترك حظك من الدنيا من المطعم والملبس والمسكن. എന്നാൽ ഭക്ഷണം, വസ്ത്രം, താമസം തുടങ്ങിയ ദുനിയാവിന്റെ ആവശ്യങ്ങൾ നീ ഉപേക്ഷിക്കേണ്ടതില്ല. അതെ ഞാൻ ആദ്യം പറഞ്ഞത് ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ. ഈ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കേണ്ടതും ഈ ദുനിയാവിലാണ്. ഇൻഷാ അല്ലാഹ് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടതും ഈ ദുനിയാവിലാണ്. രണ്ടും ഈ ദുനിയാവിലാണ്. കാരണം ദാറുൽ അമൽ എന്നാ പറയാ. ദാറുൽ അമൽ ദുനിയാവാണ് പ്രവൃത്തിയുടെ സ്ഥലം. ദാറുൽ ജസാ ആഖിറമാണ് പണിയെടുത്തിട്ട് കിട്ടാൻ പോണ പ്രതിഫലത്തിന്റെ നാട്. ദാറുൽ അമലുണ്ട്, ദാറുൽ ജസാവുണ്ട്. ഇസ്ലാം പഠിപ്പിക്കണത് ലോകം ഉപേക്ഷിക്കണം എന്നല്ല, ദുനിയാവ് വേണ്ടെന്നല്ല. പക്ഷേ ഇഹലോകത്തെ പരലോകത്തേക്കുള്ളൊരു കൃഷിയിടമാക്കി മാറ്റണം എന്നാണ്. അതാണ് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഈ ലക്ഷ്യത്തുനിന്ന് മാറി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അവന്റെ ഇബാദത്തിൽ നിർവൃതി ഉണ്ടാകില്ല, ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകില്ല, സ്വാഭാവികമാണ്. അപ്പോൾ പിന്നെ എത്ര കൈകെട്ടി നിന്നാലും മനസ്സ് ഇവിടെ ഉണ്ടാവില്ല, മനസ്സ് പലയിടങ്ങളിലായിരിക്കും. നമ്മൾ പലപ്പോഴും അനുഭവിക്കണ, പലരും പരാതി പറയുന്ന ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഖുശൂഅ് അത് നഷ്ടപ്പെടാതിരിക്കാൻ, ഒന്ന് ഖസ്വത്തുൽ ഖൽബിനെ പേടിക്കുക, ഭയക്കുക, സൂക്ഷിക്കുക. രണ്ട്, ദുനിയാവിനോടുള്ള അമിതമായ ഹുബ്ബിനെ ഉപേക്ഷിക്കുക. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ് വസിയത്ത് ചെയ്യുക. മൂന്നാമത്തെ ഒരു പ്രശ്നം, എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ശരിക്കും അയച്ചിട്ട് ഇപ്പൊ ഈ ഖുത്ബയിൽ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ ഈ ഖുത്ബയിൽ വന്നിരിക്കുന്നത് പരിപൂർണ മനസ്സംതൃപ്തിയോടുകൂടിയാണോ, അതല്ല കേവലം ഒരു ബാധ്യതാ നിർവഹണം എന്ന നിലക്കാണോ? ശരിക്കും നമ്മൾ പരിശോധിച്ചു. ഒരു ബാധ്യതാ നിർവഹണം എന്ന നിലക്ക് മാത്രമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം അനുഭവിക്കുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഇബാദത്തിൽ ഇപ്പോ നോമ്പത്രയായിട്ടും നമ്മൾ നിർവഹിക്കുന്ന ഒരു കർമ്മത്തിൽ നമുക്കൊരു നിർവൃതി ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ മൂന്നാമത്തെ പ്രശ്നം തരങ്ങള്, നാം ചൊല്ലുന്നതും ചെയ്യുന്നതും പലപ്പോഴും ഉരുവിടുന്നതും. ഇപ്പൊ നിസ്കാരത്തിന് കൈകെട്ടിയാൽ നമ്മൾ എന്താ ചൊല്ലുന്നതെന്നറിയാതെ നാവ് മാത്രം ചലിപ്പിക്കുന്ന ഒരു ഇബാദത്തായിട്ട് മാറണം. അതൊരിക്കലും ഹൃദയത്തെ ജീവിപ്പിക്കൂല. എന്തായി പറയണത്? അല്ലാഹു അക്ബർ എന്താ പറഞ്ഞത്? ഫാത്തിഹ ഓതി എന്താ പറഞ്ഞത്? സമി അല്ലാഹു ലിമൻ ഹമിദ എന്താ പറഞ്ഞത്? അത്തഹിയ്യാതു ലില്ലാഹ് വിരലിക്ക് നോക്കിയോ അല്ലെങ്കിൽ സുജൂദുക്ക് നോക്കിയോ നമ്മൾ ചെയ്യുമ്പോ എന്താ ഈ പറയണത്? ഇന്ന് നമ്മൾ പറയണത് എന്താ നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ അതിന് ജീവൻ ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികളില്ലേ, ചില പത്രമൊക്കെ തലതിരിച്ച് വയ്ക്കും. അപ്പൊ നമ്മള് പറയും, ഒന്നാമതൊരു വയ്ക്കറിയില്ല, രണ്ടാമത് പിടിക്കുക തലതിരിച്ചിട്ടാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ആ കുട്ടികളെക്കാളും മണ്ടന്മാരാണ് പലപ്പോഴും നമ്മളൊക്കെ. സത്യം. ആ കുട്ടിക്ക് പിന്നെ അതിന് നിഷ്കളങ്കതയിലുണ്ട്, നമുക്കതൊന്നുമില്ല. ഞാൻ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ പറഞ്ഞല്ല, വല്ലാഹുൽ മുസ്തആൻ. അവനവനെ മുൻനിർത്തിയിട്ടേ സംസാരിക്കാൻ. അതുകൊണ്ട് നമ്മൾ പറയണത് എന്താ നമുക്ക് കൃത്യമായിട്ട് ഈ ഇബാദത്തിൽ നിർവൃതി നേടാനുള്ള വഴികൾ അത് ശരിക്കും നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ കാര്യം അറിയോ? ശുദ്ധ നിയ്യത്താണ്, ഇഖ്ലാസ്. എല്ലാ ഇബാദത്തിന്റെ അടിസ്ഥാനം ഇഖ്ലാസാണ്. അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. കർമ്മങ്ങളെല്ലാം നിയ്യത്തുകളെ ആശ്രയിച്ചാണ്. ആളുകൾ കാണാനല്ല, പദവിക്കല്ല, പേരിനല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇബാദത്ത് ചെയ്യുന്നത്. അത് എങ്ങനെ ഇരിക്കണം? അള്ളാഹ് ഇഷ്ടപ്പെട്ടത് വരും. അപ്പൊ എന്റെ റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിക്കാൻ എന്തൊക്കെ വേണം അതൊക്കെ ഞാൻ പഠിച്ചു വെക്കണം, അതൊക്കെ ഞാൻ ചെയ്യണം. എന്റെ റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുന്നതിന് തടസ്സമാകുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ മാറ്റി വെക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ നിർവൃതി ലഭിക്കാത്തതിന്റെ തടസ്സമായി വരുന്നൊരു വിഷയം എന്താ വെച്ചാൽ ഇബാദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന വിഷയം എന്താ നമ്മൾ പഠിക്കാത്ത പോകുന്നത്. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. ഇപ്പൊ ജുമാക്ക് നമ്മൾ കൈകെട്ടി. ജുമാക്ക് കൈകെട്ടിയിട്ട് നമ്മള് അതിന്റെ ഇടയിൽ ഇങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നമ്മളിങ്ങനെ എന്ന് കേൾക്കണമെന്നല്ലാതെ എന്തീ പറയണത്? നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് സമർപ്പിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇത് ഖൽബിൽ തട്ടി പറയുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ നമ്മുടെ നിസ്കാരത്തിന് ജീവൻ ഉണ്ടാകുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്.
നമ്മൾ പറയുന്നത് നമ്മളെ കൽബ് എന്താ ഈ പറയുന്നത് നമ്മളെ കൽബിലുണ്ടാകും. ഒന്നുമല്ല, ശേഷം നമ്മൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് ആയാലും അൽഹംദുലില്ലാഹ് ആയാലും അല്ലാഹു അക്ബർ ആയാലും ആ ദിക്ർ വരേണ്ടത് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഖൽബിൽ നിന്ന് നാവിലേക്കാണ്. നാവിലേക്ക് വരേണ്ടത് ഖൽബിൽ നിന്നാണ് വരേണ്ടത്. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? നമ്മളതിനെ കുറിച്ച് പഠിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തത് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതായത് മൂന്നാമത്തെ വിഷയം നമ്മൾ പറയുമ്പോൾ അതിൽ മൂന്നാമത്തത് നമ്മളെല്ലാം തിന്മയെന്ന് വിട്ടു. തിന്മയെന്ന് വിട്ടെന്നാലേ ഇബാദത്തുകൾക്ക് നിർവൃതി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ, നിങ്ങൾ പാപം ചെയ്ത ഹൃദയം ദീനിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ഞാൻ പറഞ്ഞല്ല, നബി പറഞ്ഞാൽ ഇദാ അദ്നബൽ അബ്ദു നുക്തത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. ഒരടിമ പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാകും. നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് ആ കറുത്ത പുള്ളി വീണാ പിന്നെ അതിനകത്തേക്ക് നല്ലതൊന്നും കയറില്ല. അതായത് തിന്മ ചെയ്യും തോറും മനുഷ്യന് നന്മ ചെയ്യാനുള്ള അവസരം കുറയും, തിന്മയിലേക്കുള്ള അവസരം കൂടും. നന്മ ചെയ്യും തോറും മനുഷ്യൻ അല്ലാഹു നന്മ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കും, തിന്മയിൽ നിന്ന് രക്ഷയുണ്ടാവും. ഇത് രണ്ടാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എത്ര കണ്ട് തിന്മയിൽ നിന്ന് മാറിക്കണോ അത്ര കണ്ട് നന്മക്കുള്ള തൗഫീഖ് കിട്ടും. എത്ര കണ്ട് തിന്മ ചെയ്യുന്നോ ആ തിന്മ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്ന നിമിഷം വരെ വരും കൂടെ ഓർമ്മിപ്പിക്കും ശൈത്താൻ. തയ്യാത്തിലൊക്കെ ഏതോ കാലഘട്ടത്തിൽ കേട്ട ചീഞ്ഞ ഗസലിന്റെ ഈരടികൾ വരെ എന്ന് പറയുമ്പോ പഴയ ഏതോ ഗസലിന്റെ ഈരടി മനസ്സിലേക്ക് വന്നാൽ നിങ്ങൾ അനുഭവിച്ചു നോക്കി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത ആത്മീയ പ്രതിസന്ധി നമുക്ക് ആ സമയത്ത് അതാണ് വരേണ്ട മനസ്സിൽ അല്ലല്ലോ. അല്ല, ദിക്ർ ചെല്ലുമ്പോ പോലും ഏതോ വളിച്ച കുളിച്ച പഴയ ജാഹിലിയത്തിലെ സിനിമാ പരസ്യങ്ങൾ മനസ്സിൽ വന്നാൽ നിങ്ങൾ ആലോചിച്ച് നമ്മൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത ആത്മീയ പ്രതിസന്ധി. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് അകലം പാലിച്ചില്ലെങ്കിൽ തിന്മകൾ എപ്പോഴും നമ്മെ തേടി വരും. ഇനി പുതിയത് ചെയ്യണില്ലെങ്കിലോ ശൈത്താൻ പഴയത് വീണ്ടും ഓർമ്മിക്കും. ഇബ്നുൽ ഖയ്യിമിന്റെ വാക്കുകളിലേക്ക് പോയാൽ നമ്മൾ വല്ലാതെ ബേജാറായി പോയി. മാത്രമല്ല, നാലാമത്തെ ഒരു കാര്യം സുന്നത്തനുസരിച്ചുള്ള ഇബാദത്തായിരിക്കണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അള്ളാന്റെ നബി എങ്ങനെ പഠിപ്പിച്ചു അതുപോലെ ഇരിക്കണം ഓരോ ഇബാദത്തും. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർവൃതി ഉണ്ടാവും. ഇല്ലെങ്കിലോ നിർവൃതി ഉണ്ടാവില്ല. പിന്നെ നിർവൃതിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തരാം. അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കണം. ഖുശൂ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നല്ല, അത് അള്ളാഹു നമ്മുടെ ഖൽബിലേക്ക് ഇട്ടുതരേണ്ടുന്ന അവന്റെ ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല. ഉണ്ടാക്കിയെടുക്കണം, പരിശ്രമിക്കണം. പക്ഷേ അത് എവിടുന്ന് കിട്ടേണ്ടതാ? അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ്. അതാണ് നബി പഠിപ്പിച്ച ദുആ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്. മുആദ് ബിൻ ജബലിനോട് നിസ്കാരം കഴിഞ്ഞാൽ 3 തവണ പ്രാർത്ഥിക്കാനായി നബി പഠിപ്പിച്ച ദുആയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്. അല്ലാഹു നിന്നെ ഓർക്കാനും നിന്നോട് നന്ദി പറയാനും ഏറ്റവും നല്ല രീതിയിൽ നിന്നെ ആരാധിക്കാനും എന്നെ നീ സഹായിക്കണമേ. നമുക്ക് നമ്മൾ എത്ര അർത്ഥവത്തായ ദുആയാണ്. അവസാനിപ്പിക്കുന്നിടത്ത് ഒരു കാര്യം കൂടി, എപ്പോഴും നമുക്ക് രഹസ്യമായ ഇബാദത്തുകളാണ്. ഇതൊക്കെ പരസ്യ, ഞാൻ നിസ്കരിക്കണം, നിങ്ങൾ കാണുന്നു, നിസ്കരിക്കും, ഞാനും കാണുന്നു. എന്നാൽ നമുക്ക് നമ്മുടേതായ സ്വകാര്യതകളുണ്ട്. ആരും ഇല്ലാത്തടത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റാൻ ഞാനും എന്റെ റബ്ബും മാത്രം എന്നിട്ട് ഒഴിഞ്ഞിരിക്കാൻ. പ്രിയമുള്ളവരെ, ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമുണ്ട്. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് വേണമെന്നറിയുള്ളൂ? മഅസിയത്ത് ഉണ്ടാകരുത്. മഅസിയത്തുള്ളവർ അങ്ങനെ തെരഞ്ഞെടുക്കൂല. അള്ളാഹിനോട് സംസാരിക്കാൻ ഒരാളെ തെരഞ്ഞെടുക്കണം. എപ്പോഴും ഇരിക്കുന്നറിയോ? ഓൻ അള്ളാഹിനോട് അടുത്ത് വെക്കുമ്പോ മാത്രം. അള്ളാഹിനോട് അകന്ന ഒരാൾ ഓനോട് സംസാരിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേൽപ്പിക്കൂല. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് കുത്തുവയിൽ പറഞ്ഞില്ലേ, രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ കഴിയാത്തറിയോ? തിന്മ പകല് ചെയ്യുന്നോണ്ടാണ്. ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച കാര്യം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, രാത്രിയിലെ തഹജ്ജുദ്, ഒറ്റക്ക് ചെയ്യുന്ന അദ്കാറുകൾ, ആരും കാണാത്ത സ്വതഖ, ഇങ്ങനെ പലതുമാണ് ഹൃദയത്തെ ജീവിപ്പിക്കുന്നത്, മധുര്യമുണ്ടാക്കുന്നത്. അവിടെ നമ്മൾ നല്ലോണം ഗൗരവത്ത് കാണണം. മരണം സത്യമാണ്, ഖബർ സത്യമാണ്, ഹിസാബ് സത്യമാണ്. ഇത് ഓർക്കുന്ന ഹൃദയത്തിനാണ് ഇബാദത്തിന്റെ നിർവൃതി ഉണ്ടാകുന്നത്. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. അള്ളാഹിന്റെ സ്മരണയിലൂടെ മാത്രമേ ഹൃദയങ്ങൾക്ക് യഥാർത്ഥ ശാന്തി ലഭിക്കൂ.
ഭയവും അസ്വസ്ഥതയും അകറ്റുന്നത് ദിക്റിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ഹൃദയത്തിൽ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നിടത്ത് നിർവൃതിയും കുളിർമയും മനസ്സംതൃപ്തിയും ലഭിക്കുന്നില്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ പരിഹരിക്കേണ്ട പ്രധാനപ്പെട്ട 3 വിഷയമാണ് ഈ ഖുതുബയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഹൃദയത്തിന് അള്ളാഹുവിനോടുള്ള ഒരു അടുപ്പം നൽകി, ഒരു തഖർറുബ് നൽകി. ചെയ്യുന്നത് ഒരു ചെറിയ ദിക്റാണെങ്കിൽ പോലും, ഒരു സ്വലാത്താണെങ്കിൽ പോലും, എന്തിന് ഒരു മനുഷ്യനെ കാണുമ്പോൾ മുസാഫത്ത് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിലൊരു നിർവൃതി അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اجعل قلوبنا خاشعة، اللهم اجعل قلوبنا خاشعة وأعمالنا خالصة وأعمالنا خالصة وأعمالنا خالصة وألسنتنا ذاكرة، ولا تجعل عبادتنا عادة بلا روح، ولا تجعل عبادتنا عادة بلا روح. اللهم ارزقنا لذة الإيمان وحلاوة العبادة، اللهم ارزقنا لذة الإيمان وحلاوة العبادة، اللهم ارزقنا لذة الإيمان وحلاوة العبادة. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.